മദ്യമെന്ന ലഹരി മനുഷ്യന്റെ സ്വബോധത്തെ നഷ്ടപ്പെടുത്തുമെന്ന് പറയുന്നത് വെറുതെയല്ല. പല അനുഭവങ്ങളും അത്തരമൊരു വാക്കിനെ സത്യപ്പെടുത്തുന്നതാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് നമുക്കറിയാം. മദ്യപിച്ച് ഓരോരുത്തരും കാണിച്ചു കൂട്ടുന്ന പല കോപ്രായങ്ങളും വാർത്തകളിൽ നാം കേൾക്കുന്നതുമാണ്. അത് പിന്നീട് അവർക്ക് തന്നെ ദോഷമാവാറുമുണ്ട്. മദ്യപാനം മദ്യപാനിക്ക് മാത്രമല്ല, അയാളുടെ ചുറ്റുമുള്ളവർക്കും അപകടം വരുത്തുന്നുണ്ട്. നിരവധി കുടുംബ പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകാറുമുണ്ട്. അത്തരത്തിൽ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയതും. ഒരു മദ്യപാനി ഒരു നാടിനെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ സംഭവമായിരുന്നു അത്. മദ്യം കുടിച്ച് ലക്കുകെട്ട് തെരുവുകളിലും റോഡരികുകളിലുമൊക്കെ കിടക്കുന്ന മദ്യപാനികളിലേക്ക് നമുക്ക് നിരന്തരം കാണാൻ സാധിക്കും. എന്നാൽ ആന്ധ്രാപ്രദേശിലെ മന്യം ജില്ലയിലെ എംസിംഗപ്പൂർ ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. യുവാവ് വൈദ്യുതി പോസ്റ്റിൽ കയറി വൈദ്യുതി വയറിൽ കിടക്കുകയായിരുന്നു. ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. വൈദ്യുതി വയറിൽ കിടന്ന് ഉറങ്ങുന്ന മദ്യപാനിയെയും വീഡിയോയിൽ കാണാൻ പറ്റുമായിരുന്നു. മദ്യപാനി ആദ്യം വൈദ്യുതി പോസ്റ്റിൽ കയറാൻ ശ്രമിക്കുമ്പോൾ ആളുകൾ തടയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മദ്യത്തിന്റെ ലഹരിയിൽ ഇതൊന്നും കൂട്ടാക്കാതെ അയാൾ വീണ്ടും വൈദ്യുതി പോസ്റ്റിൽ കയറുന്നത് കണ്ട് നാട്ടുകാർ അധികൃതരെ വിവരമറിയിക്കുകയും അവർ ട്രാൻസ്ഫോമർ ഓഫ് ചെയ്യുകയും ചെയ്തു. പിന്നാലെ മുകളിലെത്തിയ മദ്യപാനി വൈദ്യുതി ലൈനുകൾക്കിടയിൽ കിടക്കുകയായിരുന്നു. പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തി മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനങ്ങൾക്കൊടുവിലാണ് യുവാവിനെ രക്ഷപ്പെടുത്തിയത്. മദ്യപാനിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തിവരികയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇയാൾ വൈദ്യുതി ലൈനിൽ കയറുമ്പോൾ തന്നെ നാട്ടുകാർ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇയാളെ വിളിച്ച് താഴെ ഇറക്കാനും ഇത് അപകടമാണെന്നും അറിയിക്കുന്നുണ്ട്. എന്നാൽ സ്വബോധം നഷ്ടപ്പെട്ട ഇയാൾ ഇതൊന്നും കേൾക്കാതെ വീണ്ടും കയറുകയായിരുന്നു. വൈദ്യുതി ലൈൻ അപകടം സൃഷ്ടിക്കുന്നതായതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് രക്ഷപ്പെടുത്താനും ഒരു ഭയമുണ്ടായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തിയാണ് പിന്നീട് വേണ്ട നടപടികൾ സ്വീകരിച്ചത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.